ഹലോ, ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു സീഡ്സിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ കാഷ്നട്ട് നന്നായി കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വയ്ക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ബട്ടറും മിൽക്ക് മെയ്ഡും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇത് നന്നായി യോജിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കാഷ്നട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി ഇളക്കണം. ഇത് തുടർച്ചയായിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന പാകമാക്കണം. ഇതുപോലെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാത്രത്തിലൊന്നും പിടിക്കാതെ നന്നായി വിട്ട് കിട്ടുന്ന പാകമായിട്ട് വരും. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടാറുവാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് സമയം നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോക്കോ ചിപ്സും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ ആക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് നീളത്തിലുള്ള ഒരു ആകൃതിയാണ് ആക്കിയിട്ടുള്ളത്. എല്ലാതും നമുക്ക് ഷേപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബട്ടർ പേപ്പർ എടുത്ത് അത് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി ഇത് ഓരോന്നും അതിൽ വെച്ചിട്ട് നമുക്കിതുപോലെ പൊതിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള സ്വീറ്റ്സ് റെഡി ആയിട്ടുണ്ട്.